അപ്പോൾ തമിഴ് സിനിമയും 1000 കോടിയും. കൂലി ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. പടത്തിന്റെ പ്രൊഡ്യൂസർ സംവിധായകനായ ലോകേഷിനോട് പറയുകയാണ്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, റിലീസ് ഡേറ്റ് നീ തന്നെ ഫിക്സ് ചെയ്തോ, പക്ഷേ എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് പടം പാൻ ഇന്ത്യ ലെവലിൽ വരണമെന്ന്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ പാൻ ഇന്ത്യൻ ഒബ്സഷൻ വന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് തമിഴ് സിനിമ ഇതുവരെ 1000 കോടി നേടിയില്ല? നമ്മൾ 90കളിൽ നിന്ന് തുടങ്ങിയാൽ സൗത്തിൽ നിന്ന് ബോക്സ് ഓഫീസ് വൈസും കണ്ടന്റ് വൈസും ക്വാളിറ്റി വൈസും രാജ്യം മൊത്തം അറിയപ്പെട്ടിരുന്ന വർക്കുകൾ വന്നിരുന്നത് തമിഴിൽ നിന്ന് തന്നെയാണ്. മണിരത്നത്തിന്റെ റോജയും ശങ്കറിന്റെ ഇന്ത്യനും അതിന് ഉദാഹരണങ്ങളാണ്. ഇതേ സമയം അങ്ങ് തെലുങ്കിൽ അക്കാലത്ത് അമിതാഭ് ബച്ചനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന ഖ്യാതി നേടിയെടുത്ത ചിരഞ്ജീവിയും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ മോർ ഓഫ് എൻ ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോൺ എന്ന് നമുക്ക് വിളിക്കാം. ഇനി 2000-ന് ശേഷം നോക്കുകയാണെങ്കിൽ മഹേഷ് ബാബുവിന്റെ പോക്കിരി എന്ന സിനിമയിലൂടെ മൊത്തം സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മറികടക്കാനും ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും റീമേക്കിന് പോയ ഒരു ക്വാളിറ്റി കണ്ടന്റും തെലുഗു സിനിമയിൽ നിന്ന് വന്നു. എന്നാൽ അധികം വൈകുന്നതിന് മുമ്പ് എന്തിരൻ എന്ന ശങ്കർ രജനി ചിത്രത്തിലൂടെ കണ്ടന്റ് ക്വാളിറ്റി വൈസും ബോക്സ് ഓഫീസ് വൈസും തങ്ങൾ തന്നെ ടോപ്പ് എന്ന് തമിഴ് ഇൻഡസ്ട്രി വീണ്ടും തെളിയിച്ചു. സോ ഇപ്പൊ വർഷം 2010. തീർച്ചയായും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബോളിവുഡ് തന്നെ. തൊട്ടു താഴെ തമിഴും തെലുഗും. ഇതിനിടയിൽ ബോക്സ് ഓഫീസിൽ ഇവരുമായൊന്നും മുട്ടാൻ സാധിക്കില്ലെങ്കിലും ക്വാളിറ്റി കണ്ടന്റുകൾ കൊണ്ട് കാലാകാലങ്ങളായി റെസ്പെക്ട് പിടിച്ചു പറ്റിയ നമ്മുടെ മലയാളവും. ഇവരുടെയൊക്കെ താഴെയായി ഇന്ത്യൻ ചലച്ചിത്ര ഭൂപടത്തിൽ തങ്ങളുടെ എക്സിസ്റ്റൻസ് സ്വന്തം സംസ്ഥാനത്തിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയാതെ പോയ കന്നഡ ഇൻഡസ്ട്രിയും. എന്നാൽ ഇതേ സമയം കൃത്യമായി പറഞ്ഞാൽ 2009 അതുവരെ ഒരുപാട് തട്ടുപൊളിപ്പൻ സിനിമകൾ എടുത്തിരുന്ന എന്നാൽ 100% സക്സസ് ട്രാക്കുള്ള ഒരു തെലുഗു സംവിധായകൻ താരതമ്യേന ഒരു പുതിയ ആക്ടറെ വെച്ച് സൗത്ത് ഇന്ത്യ മൊത്തം പ്രകമ്പനം കൊള്ളിച്ച മഗധീര എന്ന സിനിമ എടുക്കുന്നു. ശേഷം ഇതേ സംവിധായകൻ ഒരു മുഴുനീള നായകൻ പോലും ഇല്ലാതെ ഒരു ഈച്ചയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് തനിക്കിതുപോലെ പലതും ചെയ്യാൻ കഴിയും എന്നൊരു വലിയ സിഗ്നൽ തരുന്നു. ശേഷം 2015 ഇതേ സംവിധായകൻ ബാഹുബലിയുമായി വരുന്നു. 2017 അതിന്റെ സെക്കൻഡ് പാർട്ട് കൂടി ഇറങ്ങുന്നതോടുകൂടി മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ ഡയനാമിക്സ് മാറുന്നു. ബോളിവുഡ് അടക്കം എല്ലാ ഇൻഡസ്ട്രിയുടെയും റെക്കോർഡുകൾ ബാഹുബലിയിലൂടെ തെലുഗു സിനിമ തങ്ങളുടെ കാൽക്കീഴിലേക്കാക്കുന്നു. തൊട്ടടുത്ത വർഷം 2018 അവസാനം തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് കന്നഡ ഇൻഡസ്ട്രിയും ഒരു അടിയടിക്കുന്നു. ആ അടിച്ച ആദ്യത്തെ അടിയിൽ സ്വന്തം സംസ്ഥാനത്തൊഴിച്ച് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ റെക്കോർഡുകളൊന്നും കടപുഴക്കിയില്ലെങ്കിലും പിൽക്കാലത്ത് മിനി സ്ക്രീനുകളിലൂടെ അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുത്ത ആ ഒരു തിരി ആളിക്കത്തുകയായിരുന്നു. അതിന്റെ എഫക്ട് 2022 ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസ് അറിഞ്ഞു. കാര്യം ബാഹുബലിയുടെ റെക്കോർഡ് മറികടക്കാനായില്ലെങ്കിലും അതിന് തൊട്ടു താഴെ മറ്റെല്ലാത്തിനെയും പിന്തള്ളി തൊട്ടടുത്തൊരു കസേരയിൽ ഈ സിനിമ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. ഇത്രയും ആവുമ്പോഴേക്ക് ഈ ഒരു സൗത്ത് സ്റ്റോമിനോട് കിടപിടിക്കാൻ തങ്ങളുടെ ടോപ്പ് ആക്ടേഴ്സിന് പോലും കഴിയാതെ ബോളിവുഡ് നിലംപതിച്ചു. അങ്ങനെ മുഴുവനായി മൂക്കുകുത്തി വീണ ബോളിവുഡിന് ചെറിയൊരു ആശ്വാസമെങ്കിലും ഉണ്ടായത് ഒരൊറ്റ വർഷം 2000 കോടി നേടി തിരിച്ചു വന്ന ഷാറൂഖിലൂടെയായിരുന്നു. യെസ്, ബോളിവുഡ് വീണു പോകുന്നതിന് മുൻപ് അവരുടെ അകത്തു നിന്ന് അവരെ തന്നെ വീഴ്ത്തിയ ആളായിരുന്നു ഷാറൂഖ്. എന്നാൽ പിന്നീട് അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഇതേ ഷാറൂഖ് തന്നെ വേണ്ടി വന്നു. ഇനി നമുക്ക് വീണ്ടും തമിഴ് സിനിമയിലേക്ക് വരാം. ഈ പാൻ ഇന്ത്യൻ സ്റ്റോം വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സൗത്തിലെ 4 ഇൻഡസ്ട്രികളിലും അവർക്ക് അവരുടേതായ സീനിയർ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. പക്ഷേ സ്വന്തം നാട്ടിൽ അവർക്ക് എത്ര കൾട്ട് ഫാൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രായം ചെന്ന ഈ ആളുകളെ ഉപയോഗിച്ച് ഒരു പാൻ ഇന്ത്യൻ സംഭവം ഉണ്ടാക്കിയെടുത്ത് അത് വിജയിപ്പിച്ചെടുക്കുക എന്നതൊരു എളുപ്പം കാര്യമായിരുന്നില്ല. പല ആവർത്തി നമ്മളത് കണ്ടിട്ടുള്ളതുമാണ്. താരതമ്യേന ചെറുപ്പവും അത്യാവശ്യം നല്ല ഫിസിക്കും സ്വാഗും മാസ് അപ്പീലുമുള്ള സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിന് മാത്രമേ നോർത്ത് ഇന്ത്യൻസ് ഏറ്റെടുത്തിട്ടുമുള്ളൂ. അവരുടെ ആക്സെപ്റ്റൻസിലൂടെ മാത്രമേ ഒരു പാൻ ഇന്ത്യൻ സക്സസ് ഉണ്ടാവുകയുമുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ രജനി കമൽ ഏജ്ഡ് ആണ്. വിജയ്ക്ക് അല്ലെങ്കിൽ വിജയുടെ സിനിമകൾക്ക് അധികവും ഉള്ളത് ഒരു റീജിയണൽ ഫ്ലേവർ ആണ്. സോ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ പോവാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ തമിഴിൽ നിന്നുള്ള ടോപ്പ് കണ്ടന്റർ എന്ന് പറയുന്നത് അത് സൂര്യയായിരുന്നു. പക്ഷേ ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് രജനിയുടെ ബോക്സ് ഓഫീസ് പവറും കമലിന്റെ അഭിനയ പാഠവും ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് അധികം വൈകാതെ തന്നെ കാലിടറുന്നതാണ് നമ്മൾ കണ്ടത്. കേരളത്തിൽ വിജയ് എങ്ങനെയാണോ അങ്ങനെയാണ് ആന്ധ്രക്കാർക്ക് സൂര്യ. തീർച്ചയായും കേരളത്തിലും മോശമല്ലാത്ത ഫാൻ ബേസ് ആൾക്ക് ഇപ്പോഴും ഉണ്ട്. മിക്സഡ് കൾച്ചറുള്ള കർണാടക മണ്ണിലും ആളുടെ സിനിമകൾ ഓടിയിട്ടുണ്ട്. സോ മൊത്തം സൗത്തിൽ ഇത്രയും ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്ന മറ്റൊരാൾ വേറെ ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താഴോട്ട് പോയ സ്വന്തം കരിയർ തന്നെ മുകളിലേക്ക് ഉയർത്താൻ പാടുപെടുന്ന അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ മുഖമാവാൻ കഴിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് താരങ്ങൾക്കപ്പുറത്തേക്ക് ഒരു യുവ സംവിധായകൻ വന്ന് താരങ്ങൾക്ക് പോലും കഴിയാത്ത രീതിയിൽ മാർക്കറ്റ് പിടിച്ചടക്കുന്നത്. അങ്ങനെ ഒരു സംവിധായകനാണ് വേണ്ടുന്ന ബഡ്ജറ്റും ആവശ്യത്തിന് താരങ്ങളെയും കൊടുത്ത് തമിഴിലെ ആദ്യത്തെ 1000 കോടി അടിക്കാനുള്ള ശ്രമം അവർ നടത്തിയത്. പക്ഷെ അതും വിജയം കണ്ടില്ല. ഇനിയിപ്പോൾ ആരെ കൊണ്ട് പറ്റും? അതിന് വ്യക്തമായ ഒരു ഉത്തരവുമില്ല.